ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 18 ആൻഡ് 17 ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആയതുകൊണ്ട് തന്നെ ദുബായിൽ കുറേ സ്ഥലങ്ങളിൽ ഫ്രീ എൻട്രി ഉള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ദുബായ് എക്സ്പോ. അപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ ദുബായ് എക്സ്പോൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തതായിരുന്നു ദുബായ് എക്സ്പോ. അത് ഒരുവിധം ദുബായിലുള്ള എല്ലാവർക്കും ഒരു 5-6 മാസത്തോളം ദുബായിൽ ഉള്ള എല്ലാവരും ഒരു ഉത്സവം പോലെ ആഘോഷിച്ചതാണ് ദുബായ് എക്സ്പോ. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അൽവാസൽ പ്ലാസ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് ഓർമ്മകളാണ് ഇത് സമ്മാനിച്ചത് കേട്ടോ. എന്താ വെച്ചാൽ അന്നത്തെ കാലത്തെ കുറേ ഓർമ്മകളൊക്കെ കണ്ണിൻ്റെ മുന്നിലൂടെ അങ്ങനെ പോവാന്ന് പറയില്ല. ഇവിടെ പ്രോഗ്രാംസ് നടന്നിരുന്നതും ഇവിടുത്തെ തിരക്കും വൈബും എന്താന്ന് പറയുക, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സ്പാനിഷ് ടീമിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു. അപ്പോൾ പറഞ്ഞു തന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ എന്താ പറയുക, ഈ വാട്ടർ ഫൗണ്ടിൻ്റെ ഒക്കെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്തോരം തിരക്കായിരുന്നു ഫാമിലീസ്. പിന്നെ ഓരോരോ പവലിയനിൽ കയറുക, എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുക, എന്നിട്ട് ആ ഓരോ കൺട്രീസിൻ്റെ പവലിയനിൽ കയറിയിട്ട് ആ കൺട്രീസിൻ്റെ സ്റ്റാമ്പ് അടിക്കുക. അതൊക്കെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള കാര്യമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ മുതൽ തുടങ്ങും വീട്ടിൽ നിന്ന് പോകാനും ഉണ്ടാക്കാനും. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഇവിടെ ഗാർഡൻ ദ സ്കൈ എന്ന് പറഞ്ഞതിൽ ഈ സംഭവത്തിന് ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. പിന്നെ ഒരു മ്യൂസിയം ഫ്രീ എൻട്രി, രണ്ടിലും കയറാൻ പറ്റില്ല. അത്രയും തിരക്കായതുകൊണ്ട് രണ്ടിലും കയറാൻ പറ്റിയില്ല. അങ്ങനെ ദുബായ് എക്സ്പോ ഒന്നും കൂടിയും കണ്ടു. ഓർമ്മകളൊക്കെ മനസ്സിലൂടെ വന്നു. ഹാപ്പി.